സന്തോഷമുണ്ട് മോളെ, ഒരുപാട് സന്തോഷമുണ്ട്. പൊങ്കാല ഇടുന്നില്ലേ? ഉണ്ട്, അതിന് തന്നെയാ വന്നത്. ചെല്ലട്ടെ എടുത്തി. കഴിവിന് ചേർന്ന വിനയം, അതാ ഇവരെയൊക്കെ വലിയവരാക്കുന്നത്. പ്രീ, ഒന്നിങ്ങോട്ട് വാ. എന്താ? ഇങ്ങോട്ട് വാ. എന്താ? അത് ഫലം വെക്കാനും കത്തിക്കാനൊന്നും നിനക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ, അതൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയാ. അങ്ങോട്ട് വാ. ഓ, ഇവിടെ ഈ കൂടിയിരിക്കുന്ന പെണ്ണുങ്ങളുടെ മുമ്പില് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ? മോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പൊങ്കാലയുടെ കാര്യമായതുകൊണ്ടാ. മനസ്സിലായി. ഇപ്പൊ ഞാൻ ഈ പൊങ്കാല ഇടുന്നവരുടെ ഇടയിൽ നിൽക്കുമ്പോ അവരാരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ 1-2 വർഷം കഴിഞ്ഞ് 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ച് ഞാനൊരു സെലിബ്രിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞ ഇവിടെ നിൽക്കുന്നവര് അവരുടെ മൊബൈൽ ഫോണിൽ എന്നെ പകർത്തും. അതുപോലെ മീഡിയാസും. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് പോയി ചെയ്യും. ഓ ശരി. അതെ മാഡം, ഞങ്ങൾ പാലക്കാട്ടുകാരാണേ. തിരിച്ചെത്തുമ്പോ അവിടെ ചെന്ന് ഞങ്ങൾക്ക് പറയാലോ, ഞങ്ങൾ മാഡത്തിന്റെ അടുത്ത് നിന്നാ പൊങ്കാലയിട്ടേന്ന്. ആ, അമൃതയെടുത്തി, ഞാനും സഹായിക്കാം. മാറ ശ്യാം അവിടെ നിന്ന്, ഞാനിതൊക്കെ ശരിയാക്കിക്കോളാം. കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. പ്രിയ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എനിക്ക് ഒരു പൊങ്കാല നേർച്ച ഉണ്ടായിരുന്നു. ഞാനൊരു പൊങ്കാല ഇട്ടോട്ടെ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. തൽക്കാലം എന്നെ സഹായിച്ച് ഒതുങ്ങിക്കൂടി അവിടെങ്ങാനും നിന്നാ മതി. ഇയാളിപ്പോ പൊങ്കാല ഇട്ടില്ലെങ്കിൽ ദേവിക്കും വലിയ ബുദ്ധിമുട്ടല്ലേ? മോളെ, പൊങ്കാലയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. ദേവിക്ക് അതൊന്നും ഇഷ്ടാവില്ല. ഇവിടെ നിന്ന് അഹങ്കരിച്ചാലേ ദേവി ഉടനടി ആ അഹങ്കാരം തീർക്കും. ഞാൻ നിങ്ങളോട് വല്ലതും ചോദിച്ചോ? നിങ്ങളാരാ? ദേവിയുടെ മൊത്തം കച്ചവടക്കാരിയോ? ആരഹങ്കരിക്കണം, ആര് തീർക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ? മര്യാദയ്ക്ക് വന്ന ജോലി ചെയ്യും. എന്താ ഇത്? ചേച്ചിയാ ഇതിനൊക്കെ കാരണം. ഇനി ഇത് തീരുന്നത് വരെ എന്തൊക്കെ സഹിക്കേണ്ടി വരുമോ? വല്ലാത്ത അഹങ്കാരം തന്നെ.
എടുത്തി. അതെ, ഞാൻ മോൾ എവിടെ ഇരിക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരട്ടെ. ഈ ആളുകളുടെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം. അത് കുഴപ്പമില്ല. എൻ്റെ മോള് പൊങ്കാലിടുന്ന എനിക്കൊന്ന് കാണണം. ഞാനിപ്പോൾ വരാം. ഹലോ, എന്താ മാലിനി? മാഡം, ശ്യാമ മാഡത്തിന്റെ മകള് പൊങ്കാലിടാൻ എത്തിയിട്ടുണ്ട്. ആര് പറഞ്ഞു? ശ്യാമ മാഡം പറയുന്നത് ഞാൻ കേട്ടു. മോളെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഇപ്പൊ ശ്യാമ മാഡം അങ്ങോട്ട് പോയി. മാലിനി, ശ്യാമയുടെ തൊട്ടടുത്ത് എനിക്കൊരിടം പിടിച്ചു. എനിക്കും പൊങ്കാലയിടണം. ദേവിക്കുള്ള പൊങ്കാല ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പഴമൊഴി. ഇന്നത്തെ പൊങ്കാല ഫലിക്കുന്നത് ശ്യാമയ്ക്കായിരിക്കില്ല, എനിക്കായിരിക്കും. പ്രത്യേക പണ്ടാര അടുപ്പിലേക്ക് ഈ പകരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്ര ശ്രീകോവിൽ നിന്നും നൽകിയ ദീപം ക്ഷേത്ര ദിനേശൻ ഞാൻ കത്തിച്ചോളാം. എന്താ പ്രിയ, എന്താ പറ്റി? എന്താ എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നുന്നു. ദേവിയുടെ നടയിൽ നിന്ന് അഹങ്കരിക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇതിനൊക്കെയുള്ള ഫലം വൈകാതെ കിട്ടുമെന്ന്. ഇപ്പൊ പഠിച്ചല്ലോ. എനിക്ക് വയ്യ, എന്റെ തല നേരെ നിൽക്കുന്നില്ല. കത്തിക്കുന്നെങ്കിൽ കത്തിക്ക്. ഇതിന്ന് കത്തിച്ചോ. മോൾ എവിടെ ഇരുന്ന് വിളിക്കുന്ന വിളി അമ്മ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. കത്തിച്ചോ മോളെ.
മാഡം മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി ചെയ്താൽ മതി. എനിക്കും വലിയ പിടിയൊന്നുമില്ല. ഇത് പൂർത്തിയാക്കണമെന്ന് ആർക്കാ ഇപ്പൊ ഇത്ര നിർബന്ധം? അയ്യോ, ഞാൻ അവളെ കണ്ടുപിടിക്കാനല്ലേ വന്നത്, ശ്യാമയുടെ മകളെ. അതിനുള്ള മാർഗം ഞാൻ നോക്കിക്കോളാം. മോളെ കണ്ട് മനസ്സ് നിറഞ്ഞോ? അവളെ ഇപ്പം എപ്പോഴും കാണുന്നതല്ലേ. ദേവിക്ക് പൊങ്കാല അർപ്പിക്കുമ്പോൾ അവളെ ഒന്ന് കാണുന്ന ആഗ്രഹം തോന്നി. അത് കണ്ടു. നല്ല രസമായിരുന്നു അവളെ കാണാൻ. ഇനി എന്തായാലും പോണ്ട. കുറച്ചപ്പുറത്ത് മാലിയുടെ അടുത്ത് ഐശ്വര്യമുണ്ട്. ഈ തിരക്കൊന്നും ഐശ്വര്യക്ക് കാര്യമല്ല. അവളുടെ കണ്ണുകൾ എവിടെ എത്തും? എങ്ങനെയുണ്ട്? മോൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാലോ. ഒന്ന് മാറി നിന്നേ. വെറുതെ തൊട്ട് അശുദ്ധമാക്കണ്ട. ഞാൻ ചെയ്തോളാം. അല്ലേ, മനുഷ്യരിങ്ങനെയുണ്ടോ? കിട്ടിയാലും പഠിക്കില്ല. എന്താ നിങ്ങക്ക്? അയ്യോ, ഞങ്ങൾക്കൊന്നുമില്ലേ. മനുഷ്യർ അമ്പലപ്പറമ്പിലേക്ക് എത്തുന്നത് തന്നെ ധിക്കാരോ അഹങ്കാരോ മാറ്റി വെച്ചോണ്ടാ. ഒരു കാര്യം ഉറപ്പാ, ഇനി അഹങ്കരിച്ച ഇനിയും കിട്ടും. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, കുറെ നേരമായി അവരൊരുമാതിരി വർത്തമാനം തുടങ്ങിയിട്ട്. സംസാരിക്കാൻ പോണ്ട. എന്ത് വേണ്ടെന്ന്? സൂക്ഷിച്ച്, കൈപ്പൊള്ളാതെ നോക്കണം. ഇനി എന്നെ ഉപദേശിക്കാൻ നിന്നാലുണ്ടല്ലോ, പറഞ്ഞു വിടും ഞാൻ. മാലിനി, അവിടെ നമ്മുടെ ഗായിക ശ്യാമ പൊങ്കാല ഇടുന്നുണ്ട്. ആണോ? ഇനി കാണാൻ പറ്റില്ലല്ലോ. പൊങ്കാല പൂജിച്ച് കഴിയട്ടെ. ഒന്ന് പോയി കാണണം, ഫോട്ടോ എടുക്കണം. ശ്യാമയുടെ ചേച്ചി ഇവിടെ പോവാം.
പെണ്ണിതെന്താ ഈ കാണിക്കുന്നേ? എന്തു പറ്റിയതാ? എന്തു പറ്റിയതാ? നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ ഇരിക്കുന്നേ? ഇത്രയും കനത്ത പുക വന്നിട്ട് കണ്ണു നീറുന്നില്ലേ നിങ്ങൾക്ക്? പൊങ്കാലയുടെ പുക കണ്ണിൽ തട്ടി നീറുന്നെന്നോ? എന്താ ഈ പറയുന്നത്? വേറെന്തെങ്കിലും സംഭവിച്ചായിരിക്കും. ഓരോരുത്തർ കെട്ടി ഒരുങ്ങി വന്നോളൂ. അമ്മ കാണിക്കുന്ന മായൊന്നും ഇത്തരക്കാർക്ക് അറിയില്ലല്ലോ. ഞാൻ കണ്ടതാ അവളെ, എന്റെ കൺമുമ്പിൽ കണ്ടതാ. പക്ഷെ അപ്പോഴേക്കും ആ നാശം പിടിച്ച് പുക എവിടെ നിന്ന് വന്നു എന്നറിയില്ല. ഇത്രയും പേര് പൊങ്കാലിടുമ്പോൾ പുകയ്ക്കാണോ പ്രയാസം? അതങ്ങനെയല്ല മാലിനി. എന്റെ കാഴ്ച കരുതിക്കൂട്ടി മറയ്ക്കാൻ എന്തോ സംഭവിച്ചതുപോലെ. പക്ഷെ മാലിനി, നീ നോക്കിക്കോ, അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഈ പൊങ്കാല പൂജിച്ചിറക്കുന്നതിന് മുൻപ്